Hello friends, welcome to Entri Technical YouTube channel. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം കേരള PSC ഈ വർഷം നടത്താൻ പോകുന്ന എല്ലാ എക്സാമിന്റെയും ഷെഡ്യൂൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓൾറെഡി അറിയാം ഏപ്രിൽ മാസം വരെയുള്ള എക്സാമിന്റെ കലണ്ടർ വന്നിട്ടുണ്ട്. മെയ് മുതൽ ഡിസംബർ വരെയുള്ള സെക്ഷൻ ആയിട്ടാണ് അവർ കംപ്ലീറ്റ്ലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എക്സാമിന്റെ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും വന്നിട്ടില്ല, പക്ഷേ ഒരു റേഞ്ച് തന്നിട്ടുണ്ട്. അതായത് ഓരോ 2 മാസം 3 മാസം കൂടുമ്പോൾ നടത്താനുള്ള എക്സാമുകളുടെ എണ്ണമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്. ഏകദേശം 50ലധികം ടെക്നിക്കൽ PSC എക്സാമുകൾ മാത്രം വരുന്നുണ്ട്. അതെല്ലാം ഈ സെപ്റ്റംബറിനുള്ളിൽ കഴിയുകയും ചെയ്യും. സെപ്റ്റംബർ നവംബറിനുള്ളിൽ മാക്സിമം കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരുപാട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ, അതായത് എക്സാം ഡേറ്റ് കറക്റ്റ് ഡേറ്റ് വരുന്ന ദിവസമായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വരും. അപ്പം ജസ്റ്റ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏതൊക്കെയാണ് എക്സാമുകൾ, അതിൻ്റെ കാറ്റഗറി നമ്പർ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാമുകളാണെങ്കിൽ ഇപ്പോഴേ നിങ്ങളെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൂടുക. കാരണം നമ്മുടെ കയ്യിൽ ഒരു 3 മാസം 4 മാസമൊക്കെ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഓരോ എക്സാമിൻ്റെ ഏകദേശം റേഞ്ച് ഞാൻ പറയാം, ഏതൊക്കെ ദിവസങ്ങളിലാണ് തുടങ്ങാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സെക്ഷനകത്താണ് ഒരു 4 എക്സാമുകളാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ എക്സാം എന്ന് പറഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ. അതിൻ്റെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ നോക്കി കാറ്റഗറി നമ്പർ നിങ്ങൾ പ്രൊഫൈൽ കയറി അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇതിൻ്റെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ചാനൽ ത്രൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ ചാനലായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ജോബ് അലേർട്ടുകളും അതുപോലെ തന്നെ എക്സാം നോട്ടിഫിക്കേഷൻസ്, എക്സാം ഡേറ്റുകളും ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഭാഗത്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരുപാട് എന്താ പറയുക എഫോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ട്രേസർ എക്സാം വരുന്നുണ്ട്. സർവേ ആൻഡ് ലാൻഡ് റിപ്പോർട്ട്സിലാണ് വരുന്നത് അടുത്ത എക്സാം. പിന്നെ വരുന്നത് AMBA. നമുക്കറിയാം AMBA എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 18 ആയിരുന്നു. അപ്പം അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഏകദേശം 3-4 മാസത്തിനുള്ള എക്സാമും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സർവേ ഗ്രേഡ് 2 ആണ് അടുത്ത എക്സാം. സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് വരുന്നത്. അടുത്തത് പറയുമ്പോൾ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള റേഞ്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള റേഞ്ച് ആയിരുന്നു. പക്ഷേ ഒരു കാറ്റഗറീസ് ഓഫ് എക്സാമ്പിളുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങളൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത്. അതായത് PSC ഒഫീഷ്യലി പുറത്തുവിട്ട എന്താ പറയുക ഈ ഒരു ഡീറ്റെയിൽസ്, എക്സാം ഡീറ്റെയിൽസ് ഇടാം. നമ്മൾ അതിനകത്ത് ടെക്നിക്കൽ എക്സാംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതും SC ST കാറ്റഗറി ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് എക്സാമ്പിൾ ഉണ്ടാവും, ഡിസ്ട്രിക്ട് വൈഡ് എക്സാമ്പിൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ സെപ്പറേറ്റ് കാറ്റഗറിക്ക് വേണ്ടിയുള്ള എക്സാമുകളൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാ എക്സാമുകളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന എക്സാമുകൾ, നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, മെയിൻ്റനൻസ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിനകത്ത് വരുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് വിളിച്ചാണ്. അതിനൊക്കെ കാറ്റഗറി നമ്പർ ഉണ്ട്, ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രൊഫൈൽ കയറി കാറ്റഗറി നമ്പർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാറ്റഗറി നമ്പർ ഉണ്ട് നോക്കാം. എന്നിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ജൂൺ മാസം തന്നെ നമ്മൾ എക്സാം വരുന്ന രീതിയിൽ എക്സ്പെക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അതായത് 3 മാസം നിങ്ങളുടെ കയ്യിലുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ ഇപ്പം മുതലേ തുടങ്ങും. ഒരുവിധ എല്ലാ കോഴ്സുകളും 50ലധികം കോഴ്സുകൾ ഇപ്പോൾ എൻട്രിയിൽ അവൈലബിൾ ആണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഫോം കൊടുക്കാം. ആ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അക്കാദമിക് കൗൺസിലർ വിളിച്ച് നിങ്ങളുടെ ഏതൊക്കെ കോഴ്സാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ കോഴ്സ് ഫീയും കാര്യങ്ങളൊക്കെ, ഇനി ഇൻ കേസ് ഒന്നിലധികം കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറക്കേണ്ട, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോം ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ജൂൺ ഓഗസ്റ്റ് വരുന്ന ബാക്കിയുള്ള എക്സാം എന്ന് പറഞ്ഞാൽ ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ വരുന്നുണ്ട്. മെക്കാനിക്കൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗ്രേഡ് 1 ഓവർസിയർ എക്സാം. നമ്മൾ 2020 വിളിച്ച എക്സാമാണ്, ഇതുവരെ നടന്നില്ല. അപ്പോൾ എപ്പോഴാണ് നടക്കുക എന്ന് വെച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സാമാണ്. പിന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 മെക്കാനിക്കൽ എഞ്ചിനീയർ വരുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. NC SC കാറ്റഗറിക്കാണ് വരുന്നത്. ഓക്കെ, പിന്നെ ആർക്കിടെക്ചർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 3 വരുന്നുണ്ട്, PWD. അതും 2020 വിളിച്ച എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അതിൻ്റെ എന്താ പറയുക 2021 വിളിച്ചൊരു എക്സാമാണ്. 208/2021 അതിൻ്റെ കാറ്റഗറി നമ്പർ. അപ്ലൈ ചെയ്ത എക്സാമിൽ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നമ്പർ നോട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്സ് അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന എക്സാമുകൾ ഒരുമിച്ച് പഠിക്കാൻ തയ്യാറെടുക്കുക. ഓക്കെ, ഡെപ്യൂട്ടി എഞ്ചിനീയർ ജനറൽ കാറ്റഗറി വരുന്നത്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്ക് മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കലും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കാറ്റഗറി നമ്പർ നോക്കി നോക്കുക. ഓക്കെ, ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റിനകത്തേക്ക് വിളിച്ചൊരു എക്സാം ആയിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കോഴ്സും കാര്യങ്ങളൊക്കെ എൻട്രിയിൽ അവൈലബിൾ ആണ്. ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 പോർട്ട് ഹൈഡ്രോഗ്രഫിക് സർവേ ബ്രാഞ്ചിൽ വരുന്ന എന്താ പറയുക ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 വിളിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ എക്സാമും നമുക്ക് ജൂൺ മുതൽ ആഗസ്റ്റ് മാസത്തിൽ എക്സ്പെക്ട് ചെയ്യാം. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ വിളിച്ചിട്ടുണ്ട്. അത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെ എക്സാമാണ് ആദ്യം പ്രതീക്ഷിക്കുന്നത്. 2021 വിളിച്ചാണ്. ഒരുപാട് ബാക്കി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വിളിച്ചത് ഡിസംബർ 31 ആ എക്സാമുകളും വരാൻ പോകുന്നുണ്ട്.
ഓക്കെ, ഇനി മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സെക്ഷനകത്തുണ്ട് ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ അകത്തേക്ക് വിളിച്ചിട്ടുണ്ടാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിനകത്തേക്ക് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള അടുത്ത എക്സാം എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 വരുന്നുണ്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനകത്തേക്ക് SC/ST കാറ്റഗറിയിൽ വിളിച്ചാണ്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ഞാൻ സ്പീഡ് പറഞ്ഞത് ഒരുപാട് എക്സാമുകളുണ്ട്, ഞാൻ പറഞ്ഞ 50ലധികം എക്സാമുകളുണ്ട്, അതുകൊണ്ടാണ് സ്പീഡ് പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാം ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾ അതിന്റെ കാറ്റഗറി നമ്പർ ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് SC/ST ലിമിറ്റഡിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ SC/ST വരുന്ന എക്സാമുകളാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ വിളിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി, 2021 വിളിച്ചാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകളൊക്കെ ഈ ഒരു ജൂൺ ഓഗസ്റ്റ് മാസത്തിന്റെ ആ ഒരു റേഞ്ചിൽ, ആ ടൈം സ്പാനുള്ളിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് 3 മാസത്തിന്റെ ഇടയ്ക്ക് നടക്കാൻ പോകുന്നതാണ്. കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ വരും മാസങ്ങളിലൊക്കെ അറിയാൻ പറ്റും. അതായത് ഏപ്രിൽ വരെയുള്ള വന്നിട്ടുണ്ട്, മെയ് മാസത്തിൽ വരാണ്ട്, അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിലൊക്കെ വരാണ്ട്. അപ്പോൾ ആ വരുന്ന സമയത്ത് മാത്രമാണ് ഏത് ദിവസമാണ് എക്സാമിന്റെ കാര്യം നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ എക്സാം കലണ്ടർ വരുന്ന സമയത്താണ് നമുക്ക് അതിന്റെ സിലബസും നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം എല്ലാ കാറ്റഗറിയും നോക്കി വെക്കുക. സിവിൽ വരാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, IT, മെക്കാനിക്കൽ, ഇതിലൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകൾ വരാൻ പോകുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം വരുന്നുണ്ട്, പോളി ലെക്ചർ എക്സാം വരുന്നുണ്ട്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം വരുന്നുണ്ട്. ഓരോന്നിന്റെ സ്റ്റാൻഡേർഡ് ഓരോ ഡിഫറെന്റ് ആയി സ്റ്റാൻഡേർഡ്. അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വരുന്നു, പോളി ലെക്ചർ ആണെങ്കിൽ BTech ക്വാളിഫിക്കേഷൻ വരുന്നു, അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ MTech ക്വാളിഫിക്കേഷൻ വരുന്നു. സിലബസ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും, പക്ഷേ ഇതിന്റെ പഠിക്കാനുള്ള കണ്ടന്റുകൾ ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് ഗേറ്റ് സ്റ്റാൻഡേർഡിലെ എക്സാമ്പിളൊക്കെ പ്രതീക്ഷിക്കും. കാരണം കഴിഞ്ഞ ദിവസം കെമിക്കൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ കഴിഞ്ഞ സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഗേറ്റ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡിൽ ആ ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഗ്രേഡ് 1 ഓവർസിയർ വരുന്നുണ്ട്, ഗ്രേഡ് 1 ഓവർസിയർ സിവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ എക്സാം ജൂൺ ഓഗസ്റ്റ് മാസങ്ങളുണ്ട്. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അതിൽ ട്രേഡ്സ്മാൻ എക്സാം കോഴിക്കോട് കണ്ണൂർ ഡിസ്ട്രിക്ട് വൈസുള്ള എക്സാമുകളാണ്. ഒരുപാട് എക്സാമുകൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം ഡിസ്ട്രിക്ട് വൈസ് എക്സാമുകളൊക്കെ ഒരുപാട് സെയിം കാറ്റഗറി നമ്പർ വെച്ച് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഏതാ നോക്കുക, ഏത് ഡിസ്ട്രിക്റ്റിലാണ് അപ്ലൈ ചെയ്തത് നോക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൊഫൈലിൽ കയറി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാവും നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാമുകൾ ഏതൊക്കെയാണുള്ളത്. ഇനി അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ അകത്ത് വരുന്നതാണ്. അത് 2022 വിളിച്ചൊരു എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ സീനിയർ ഡ്രില്ലർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനകത്തേക്ക് ഇലക്ട്രീഷ്യൻ എക്സാം ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിനകത്തേക്ക് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ്, അതും കഴിഞ്ഞ വർഷം വിളിച്ച എക്സാം ആയിരുന്നു. ഈ എക്സാം ഒക്കെ വരുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഒരു മാസത്തിലെ 3 മാസത്തിന് ഇടയ്ക്ക് വരുന്ന എക്സാമുകളാണ്. ഓവർസിയർ ഗ്രേഡ് 1 ഗ്രേഡ് 2 വരുന്നുണ്ട്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിനകത്ത് വരുന്നുണ്ട്. അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ KSEB. ഓക്കെ, എന്ന് വരും ചോദിച്ചിരുന്ന ഒരുപാട് എക്സാമുകളിൽ ഒന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ KSEB ഇലക്ട്രിക്കൽ. അതായത് നമുക്കറിയാം കഴിഞ്ഞ തവണ 330 മുകളിൽ അഡ്വൈസ് പോയ ഒരു എക്സാം ആയിരുന്നു, അതായത് കഴിഞ്ഞ തവണ എക്സാം നടത്തിയപ്പോൾ. പക്ഷേ ഈ തവണ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ വേക്കൻസി കുറവാണെന്ന്, അതുപോലെ തന്നെ സബ് എഞ്ചിനീയർ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കൺഫ്യൂഷനിലായിരുന്നു, എക്സാം അപ്ലൈ ചെയ്യണോ പഠിക്കണോ എന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും ഇപ്പോൾ സബ് എഞ്ചിനീയർ എക്സാം കഴിഞ്ഞു, ഇപ്പോൾ എക്സാം ഡേറ്റ് ഏകദേശം വന്നിട്ടുണ്ട്, ഒരു 4 മാസം സമയമുണ്ട്. നിങ്ങളൊന്ന് ഹാർഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി സബ് എഞ്ചിനീയർ പ്രിപ്പയർ ചെയ്ത ആളുകൾ ഹാർഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി ആദ്യം കാണിച്ച വേക്കൻസിയും കാര്യങ്ങളൊന്നുമല്ല, അതിൽ കൂടുതൽ വേക്കൻസീസ് എന്തായാലും റിപ്പോർട്ട് ചെയ്യും. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന് 3 വർഷത്തോളം ഇതിന്റെ സ്പാൻ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒരു 4 വർഷം, നമുക്കൊരു 4-5 വർഷം നമുക്ക് ആ അത്രയും വേക്കൻസികൾ ഈ ഒരു എക്സാമിലൂടെ ആയിരിക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാത്തതാണ്. ഓൾറെഡി നമ്മൾ ബാച്ചും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ KSEB സബ് എഞ്ചിനീയർ സ്റ്റുഡന്റ് ആണെങ്കിൽ, നമ്മൾ ഇന്ത്യയിലെ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്പെഷ്യൽ ഓഫറുകൾ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, എല്ലാത്തിനും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് വിളിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഇൻസ്പെക്ടർ ലീഗൽ മെട്രോളജിയിൽ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. അതും കഴിഞ്ഞ വർഷം വിളിച്ചിരുന്ന എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഹൗസിംഗ് ഡെവലപ്മെന്റ് ടെക്നിക്കൽ സെല്ല് അവിടെ വിളിച്ചിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എക്സാം ഉണ്ട്. അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റീസ് കേരള അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്. ഒരേ പേരുള്ള ഒരുപാട് എക്സാമുകളും കാര്യങ്ങളും. നിങ്ങൾ ജസ്റ്റ് കാറ്റഗറി നമ്പർ നോക്കാൻ മറന്നു പോകാതെ, കാരണം കാറ്റഗറി നമ്പർ വെച്ചിട്ട് വേണം നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏത് കാറ്റഗറിയാണ് വരുന്നത്. ഇത് ഓവർസിയർ ഗ്രേഡ് 2 സിവിലാണ് വിളിച്ചിരുന്നത്, നേരത്തെ ഇലക്ട്രിക്കലാണ് വിളിച്ചിരുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിന്റെ കാറ്റഗറി നമ്പർ നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്താൽ നോക്കുക.
ഓക്കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് അത് വരുന്നുണ്ട്. സിവിൽ ഇലക്ട്രിക്കലും വിളിച്ചിട്ടുണ്ട്. അതിന്റെ കാറ്റഗറി നമ്പറും കാര്യങ്ങളും നോക്കുക. അതൊക്കെ ലാസ്റ്റ് ടൈം വിളിച്ചായിരുന്നു, കഴിഞ്ഞ ഡിസംബറിലൊക്കെ വിളിച്ച എക്സാമുകളാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഉണ്ട്, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറും ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് എക്സാം പ്രതീക്ഷിക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആയതുകൊണ്ട് തന്നെ ഇത് കോമൺ എക്സാം ആവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ തന്നെ അതിന്റെ കാറ്റഗറി നമ്പർ നോക്കാം. നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രിപ്പറേഷൻ കാര്യങ്ങൾ ഹൈ ലെവലാക്കി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എൻട്രിയിലെല്ലാം ലെവൽ എക്സാമിനൊക്കെ ഡിജിറ്റൽ ബോർഡ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എൻട്രിയിൽ അവൈലബിൾ ആണ്. ഏറ്റവും പുതിയതായ രീതിയിൽ സിലബസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ക്ലാസ്സും. ഓക്കെ, ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ പോകുന്നത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഉണ്ട്, ഇറിഗേഷൻ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും വരുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോളി ലെക്ചർ എക്സാം വിളിച്ചിട്ടുണ്ട്. ഇനി എന്താ പറയുക, നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. അപ്പം ഒരു M.Tech കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഇത് 3 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ B.Tech കഴിഞ്ഞ ആളാണെങ്കിൽ പോളി ലെക്ചർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക, മാക്സിമം എഫേർട്ട് കുറയ്ക്കുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ഓക്കെ, എല്ലാ എക്സാമുകളും ഏകദേശം ഒരേ സമയത്ത് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിത്തം, അതായത് കുറേ കാലത്തേക്ക് പഠിച്ച് മുമ്പോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ, സിവിൽ വിളിച്ച എല്ലാത്തിൻ്റെ എക്സാം ജൂൺ മുതൽ ഓഗസ്റ്റ് മാസം വരെ ഉള്ള ഒരു ടൈം സ്പാനിൽ പ്രതീക്ഷിക്കാം. മിക്കവാറും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനിയിപ്പോൾ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു ടൈം സ്പാനിൽ വരികയാണെങ്കിൽ മെയിൻ്റനൻസ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ വരുന്നുണ്ട്. ഫോർമാറ്റിംഗ് ഇന്ത്യ ലിമിറ്റഡിനകത്ത്, ഫോർമാറ്റിംഗ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ അകത്ത് എല്ലാം മെയിൻ്റനൻസ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എക്സാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെക്ചറിങ് സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. ലെക്ചറിങ് സിവിൽ എഞ്ചിനീയറിംഗ് വിളിച്ചിട്ടുണ്ട്. അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കഴിഞ്ഞു, AP കഴിഞ്ഞു. ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസർ കഴിഞ്ഞപ്പോൾ ലെക്ചറും വരുന്നുണ്ട്. എല്ലാ എക്സാമുകളും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഓക്കെ, ഡ്രാഫ്റ്റ് ആൻഡ് ഗൈഡ് 1 കേരള വാട്ടർ അതോറിറ്റിയുടെ ഡ്രാഫ്റ്റ് ആൻഡ് ഗൈഡ് 1 എക്സാം വരുന്നുണ്ട്. അതുപോലെ 481/2020 ആണ്. അതായത് 2 വർഷമായി വിളിച്ചിട്ട് ഇപ്പോഴാണ് അതിന്റെ എക്സാം വരുന്നത്. ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ലെക്ചറിങ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ലെക്ചറിങ് സിവിൽ കഴിഞ്ഞു, ഇനി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ, ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. ഡ്രാഫ്റ്റ് ആൻഡ് ഗ്രേഡ് 1, ടൗൺ പ്ലാനിംഗ് സർവേ ഗ്രേഡ് 1. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റത്തിനകത്തേക്ക് വരുന്നുണ്ട്. അതായത് TPES എന്ന കാറ്റഗറിയിലാണ്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ കേരള ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനകത്തേക്ക് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ. ഓക്കെ, പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കാർ മാർക്കറ്റിംഗ് ഫെഡറേഷനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ലെക്ചറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ പോളിടെക്നിക്കൽ ലെക്ചർ സിവിൽ കഴിഞ്ഞ് നേരത്തെ കണ്ട 2 കഴിഞ്ഞ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനകത്തേക്ക് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ എക്സാം വിളിച്ചിട്ട് കുറച്ച് കാലമായി, അതായത് 2022 സ്റ്റാർട്ടിങ് തന്നെ വിളിച്ചതാണ്, ഇപ്പോഴാണ് ഇതിന്റെ എക്സാം വരുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസം വരെ ഒരുപാട് എക്സാമുകളുണ്ട്. ഡ്രാഫ്റ്റ് ആൻഡ് ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ വിളിക്കുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ വരുന്നുണ്ട് കേരള സ്റ്റേറ്റ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനകത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ലെക്ചറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ ലെക്ചറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പോളിടെക്നിക് ഡിപ്പാർട്ട്മെന്റിലേക്ക്. അത് കാറ്റഗറി നമ്പർ ഡിഫറെന്റ് ആണ്, നിങ്ങൾ നോക്കുക. അത് ചിലപ്പോൾ ബൈ ട്രാൻസ്ഫർ ഉള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഡ്രൈവിനൊക്കെ വരുന്ന പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തത് നോക്കുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ലെക്ചറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട് പോളിടെക്നിക് കോളേജിൽ. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആയിട്ട് തോന്നുന്നു. ലെക്ചറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ അകത്തേക്ക് 251/2022 ആ ഒരു കാറ്റഗറി നമ്പർ വന്നു. ലെക്ചറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പോളിടെക്നിക് കോളേജിലേക്ക് 360/2022. തേർഡ് ഗ്രേഡ് ഓവർസിയർ ഉണ്ട്. ട്രേസർ സിവിൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓവർസിയർ ഗ്രേഡ് 3. അതും ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ കേരള വാട്ടർ അതോറിറ്റിയിൽ അത് ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്. അതിന്റെ കാറ്റഗറി നമ്പർ നോക്കുക. സബ് എഞ്ചിനീയർ സിവിൽ സബ് എഞ്ചിനീയർ KSEB സബ് എഞ്ചിനീയർ സിവിൽ എക്സാം എന്ന് വരും, എപ്പോൾ വരും, എങ്ങനെ പഠിക്കണം എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ടൈം സ്പാനിനകത്ത് ഈ ഒരു എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, എങ്ങനെ പോയാലും 4 മാസം നിങ്ങളുടെ കയ്യിൽ മാക്സിമം പഠിക്കുക. നിങ്ങൾ ഒരുപാട് എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓവർസിയർ ഗ്രേഡ് 3 ആയിക്കോട്ടെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാമാണ് ഈ ഒരു സബ് എഞ്ചിനീയർ എക്സാം. അതായത് KSEB സബ് എഞ്ചിനീയർ എക്സാം മെക്കാനിക്കലായിരിക്കും സിവിലായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. മാക്സിമം പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഹൈ ലെവലിലേക്ക് കൊണ്ടുപോകുക. കാരണം ഡിപ്ലോമ ലെവലിലൊരു എക്സാം ആണ്. ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസും പ്രതീക്ഷിക്കണം. അപ്പോൾ തന്നെ ഏറ്റവും ലോ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് പഠിക്കുക. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും പ്രതീക്ഷിക്കുക. കാരണം നമ്മൾ ഇലക്ട്രിക്കൽ KSEB സബ് എഞ്ചിനീയർ എക്സാം കഴിഞ്ഞിട്ട് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു നമ്മൾ അതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ക്വസ്റ്റൻസ് നമുക്ക് ഈ KSEB സബ് എഞ്ചിനീയർ സിവിൽ എക്സാമിന് പ്രതീക്ഷിക്കാം.
ഓക്കെ, ലൈൻമാൻ PWD ലൈൻമാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ. ഇതിൻ്റെയൊക്കെ കാറ്റഗറി നമ്പർ നോക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, പഠിക്കുക. അതായത് നിങ്ങൾ ഏത് എക്സാമിനാണ് അപ്ലൈ ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ആ കാറ്റഗറിയിൽ നിന്നും നോക്കി കമ്പയർ ചെയ്തിട്ട് എക്സാം ഏത് മാസത്തിലുണ്ടെന്ന് വിലയിരുത്തി കഴിഞ്ഞ ശേഷം നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇനി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ നോക്കുകയാണെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കം പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് വരുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പമ്പ് ഓപ്പറേറ്റർ വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പമ്പ് ഓപ്പറേറ്റർ. ഒക്കെ അവസാനം 2022 അവസാനത്തോടെ വന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻ ആണ്. എല്ലാത്തിന്റെയും ഒരു റേഞ്ച് തന്ന ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ മാസം വരെ നടത്തുന്നതാണ് പറയുന്നത്. മെക്കാനിക് വരുന്നുണ്ട്, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയറിനകത്ത് മെക്കാനിക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അതുപോലെ തന്നെ സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 മ്യൂസിയം ആൻഡ് സൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. ഓക്കെ, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഓപ്പറേറ്റർ ദ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള. ഓക്കെ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനകത്ത്. അതൊക്കെ ലാസ്റ്റ് വന്ന എക്സാം ആണ്. വേക്കൻസി 1-2 ഒക്കെ ഇരുന്നു സ്റ്റാർട്ടിംഗ് ടൈമിൽ ഉണ്ടായിരുന്നു. പക്ഷേ വേക്കൻസി ഉണ്ടാകും കൂടുതലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഓക്കെ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുന്നുണ്ട്. ഇത്ര എക്സാമുകൾ ഏകദേശം 54-55 എക്സാമുകളാണ് ടെക്നിക്കൽ സെഷനിൽ മാത്രമായിട്ട്. അടുത്ത സെപ്റ്റംബർ മാസത്തോടെ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ കംപ്ലീറ്റ് ആകാൻ പോകുന്നു. അതായത് ഇതുവരെ വന്ന എല്ലാ നോട്ടിഫിക്കേഷൻ എക്സാമും 2019 ബാലൻസ് ഉള്ളതും 2022 ഡിസംബർ 31 വന്നത് വരെയുള്ള എല്ലാ എക്സാമുകളും ഇവർ നടത്താൻ പോവുകയാണ് ഈ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ. ഒരുപാട് ഡിസംബർ വരെ ഗ്യാപ്പ് ഇട്ടുണ്ടെങ്കിലും ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുന്ന സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ടെക്നിക്കൽ സെക്ഷനിൽ എല്ലാ എക്സാമുകളും കഴിയും. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ വരുന്ന ഒരു 5-6 മാസം എന്ന് പറഞ്ഞാൽ മാസമായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ 50-ലധികം ടെക്നിക്കൽ കോഴ്സുകൾ എൻട്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സുലഭമായ ഒരു അവസരം, അതായത് നിങ്ങൾക്ക് അറിയാം ഇപ്പം എക്സാം വരാൻ പോവാണ്, ഞാൻ പഠിച്ചേ പറ്റൂ എന്ന കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അല്ലാതെ എന്താ പറയുക എന്ന് വരും നാളെ വരും എന്നുള്ള ആലോചിച്ചിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓവർസീ ഗ്രേഡ് 1 എക്സാം ഒക്കെ 2 വർഷമായി പഠിച്ചിട്ട് എന്ന് വരും എന്നുള്ള ചോദിച്ച് പഠിക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ നിന്ന ആളുകളാണ്. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഈ മാസങ്ങളിൽ എക്സാം ഉണ്ടാവുന്നുള്ളത്. ഇനി പ്യൂർ ആയിട്ട് നിന്ന് പഠിക്കാം. ഇതിന്റെ ഒഫീഷ്യലായിട്ട് കേരള PSC പുറത്തിട്ട ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ആയിട്ട് കൊടുക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ശരിക്കും നോക്കാം ഓരോ കാര്യങ്ങൾ, ഏകദേശം ഡേറ്റുകളും കാര്യങ്ങളൊക്കെ. ഞാൻ അതിനകത്ത് ടെക്നിക്കൽ എക്സാംസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള എക്സാമ്പിളൊക്കെ അതിനകത്തുണ്ട്. അതായത് ജനറൽ PSC എക്സാമ്പിളൊക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ പേടിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ പഠിത്തം തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫൈ പറ്റും. അതായത് ഞാൻ പേടിക്കാൻ കാരണം വെച്ചാൽ അയ്യോ എക്സാമിന് പഠിക്കാൻ സമയമില്ലല്ലോ എന്ന് വിചാരിച്ച് പേടിക്കുന്ന ആളുകൾ. നേരെ മറിച്ച് മറ്റു ചില ആളുകളുണ്ട്, അതൊക്കെ എക്സാം ഡേറ്റ് വന്നു ഇനി എനിക്ക് മര്യാദയ്ക്ക് പഠിക്കാലോ, അതായത് എക്സാം എന്ന് വരുന്ന ടെൻഷൻ അടിക്കാതെ ഈ ഒരു ദിവസം വരുന്നത് പ്രതീക്ഷയിൽ പഠിക്കാലോ എന്നുള്ള വിചാരിക്കുന്ന ആളുകൾ ഒരുപാടാണ്. ഓക്കെ, അപ്പോൾ 2 കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഉണ്ട്. എന്തായാലും പഠിക്കാനുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ എൻട്രിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ഫോം അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്തിരിക്കുന്ന ഫോമിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ അക്കാദമിക് കൗൺസിൽ വിളിച്ച് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ഇറ്റ്സ് മീ സച്ചിൻ സൈനിങ് ഓഫ്.